അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. സുപ്രീം കോടതി അഭിഭാഷകനും ഡൽഹി KMCC പ്രസിഡന്റുമാണ്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ലീഗ് അക്കൗണ്ടിൽ രാജ്യസഭയിലേക്ക് എത്തുന്നത് ഇതാദ്യം. വിവരങ്ങൾ നിർബൻ ചക്രവർത്തി നൽകും. നിർബൻ, ഈ യൂത്ത് ലീഗിൻ്റെയൊക്കെ എതിർപ്പിനെ മറികടന്നാണ് ഇപ്പോൾ ഹാരിസ് ബീരാനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ലീഗ് അക്കൗണ്ടിൽ രാജ്യസഭയിലേക്ക് എത്തുന്നത് ആദ്യമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, ഹാരിസ് ബീരാനെ യൂത്ത് ഈ പറഞ്ഞ ബിനു സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ മറികടന്ന് ഇപ്പോൾ ലീഗിന്റെ നേതൃയോഗം അദ്ദേഹത്തെയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. നേതൃയോഗം കഴിഞ്ഞ ശേഷം തങ്ങൾ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഔദ്യോഗികമായി. പക്ഷേ ബിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ പലരെയും തഴഞ്ഞാണ് ഹാരിസ് ബീരാനെ ഈ പദവിയിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, സംസ്ഥാന ഉപാധ്യക്ഷൻ CP ബാബ ഹാജി, യൂത്ത് ലീഗ് നേതാക്കളായ PK ഫിറോസ്, BK ഫൈസൽ ബാബു തുടങ്ങിയ നേതാക്കളെ എല്ലാം പരിഗണിച്ചിരുന്നു. വലിയ തരത്തിലുള്ള വിമർശനം വരുന്നത് യൂത്ത് ലീഗിനെ യുവജന പ്രാതിനിധ്യം പൂർണ്ണമായി തഴഞ്ഞു എന്നതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും PK ഫിറോസിനെ പരിഗണിച്ചിരുന്നില്ല. ഈ രാജ്യസഭാ സീറ്റ് യുവജന രംഗത്തുള്ള പ്രതിനിധിക്ക് നൽകണം, PK ഫിറോസിന് നൽകണം എന്നതാണ് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പേരും പ്രധാനമായി പറഞ്ഞു കേട്ട പേരാണ്. ഈ പേരുകൾ മുഴുവൻ തഴഞ്ഞ ശേഷമാണ് ഹാരിസ് ബീരാനിലേക്ക് സ്ഥാനാർത്ഥിത്വം വരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്കും PMA സലാമിനും ഒപ്പം തന്നെ ഫിറോസിനും അടക്കം വലിയ ഈ നേതാക്കൾക്കെല്ലാം ഈ കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഈ ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം തന്നെ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. വളരെ നിർണായകമായ ഒരു ദൗത്യമാണ് പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു താൻ നേരത്തെ പ്രവർത്തിച്ചത്. ഭരണഘടന സംരക്ഷിക്കുക എന്നതായിരുന്നു താൻ നടത്തിയ പോരാട്ടം. അതിൽ ലീഗിന്റെ രാജ്യസഭാ അംഗമായി എന്ന നിലയിൽ കൂടി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ പോരാട്ടം ശക്തമായി തുടരാൻ കഴിയും. അതിന്റെ ഗുണം ലീഗ് എന്ന പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച് ലീഗിനുള്ളിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം വന്നിരിക്കുന്നു. സലാമിനെയും ഒപ്പം തന്നെ PK ഫിറോസിനെ പോലെയുള്ള നേതാക്കളെ തഴഞ്ഞാണ് ഹാരിസ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ബിനു, ശരി, നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.